ഒരു സാധാരണക്കാരൻ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ പോകുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് പരാതി കൊടുക്കേണ്ടത്? സ്റ്റേഷനിൽ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നെങ്കിൽ ഈ പെറ്റീഷൻ എൻക്വയറി എന്ന് പറഞ്ഞാൽ അതിന് നിയമസാധ്യത വളരെ കുറവാണ്. പോലീസിനെ അറിയിച്ചു, അതിനകത്തൊരു കോഗ്നിസബിൾ ഒഫൻസ് ഉണ്ടോ എന്നുള്ളതാണ് പോലീസ് നോക്കുന്നത്. ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു സിവിൽ മാറ്ററിലെ ഒരു കാര്യത്തിന് പോലീസ് അന്വേഷിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ സിവിൽ മാറ്റർ എൻ്റെ വസ്തു വേറൊരാൾ കയ്യേറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് അന്വേഷിച്ചല്ലേ പറ്റുള്ളൂ. അത് ട്രസ്പാസ് ആണ്, ക്രിമിനൽ ട്രസ്പാസ് ആണ്. അതുകൊണ്ട് അത് സിവിലാണെന്ന് പറഞ്ഞ് എഴുതി തള്ളാനോ പുറത്താക്കാനും പാടില്ല. അതുപോലെ പണ ഇടപാടുകൾ പോലീസ് നടത്തത്തില്ല, അതുമായിട്ട് ചെന്നാലേ നടത്തത്തില്ല. അല്ല, പണ ഇടപാടുകൾ പലരും എന്നെ ലോൺ വാങ്ങിച്ച് അല്ലെങ്കിൽ പൈസ വാങ്ങിച്ചിട്ട് പറ്റിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ ചീറ്റിങ്ങിന്റെ പരിസ്ഥിതി വരുന്നതാണ്, ചീറ്റിങ്ങിന്റെ പ്രൊവിഷനിൽ വരുന്നതാണ്. അതുകൊണ്ട് പോലീസ് അങ്ങനെയൊക്കെ ഉള്ള സിവിൽ കേസായാലും പണ ഇടപാട് കേസായാലും പോലീസ് ഇടപെടണം. കാരണം അതിനകത്ത് ഒരു ചീറ്റിംഗ് എലിമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ട്രസ്പാസിന്റെ എലിമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇല്ലീഗൽ പൊസഷന്റെ എലിമെന്റ് ഉണ്ട്. അതുകൊണ്ട് അത് അടിയന്തരമായിട്ട് ഗവൺമെന്റ് ഇതിലൊരു ഉത്തരവ് കൊടുക്കും. സിവിലായാലും ക്രിമിനലായാലും എല്ലാ മാറ്ററും പോലീസ് അന്വേഷിക്കട്ടെ. അതിന് സിവിലായിട്ട് നമുക്ക് നടപടിയൊന്നും ഇല്ലെങ്കിൽ അത് സിവിൽ കേസ് പോകാൻ അഡ്വൈസ് കൊടുക്കാവുള്ളൂ. ആ പരാതി സ്വീകരിച്ചിട്ട് അത് പ്യൂർലി സിവിൽ ആണെങ്കിൽ പോലീസ് അഡ്വൈസ് കൊടുക്കട്ടെ പൊതുജനങ്ങൾക്ക്, അവർ പോയി സിവിലായിട്ട് നടപടി എടുക്കട്ടെ. അതുപോലെ പണ ഇടപാടുകളാണെങ്കിൽ അതിനകത്ത് ചീറ്റിംഗ് എലിമെന്റ് ഉണ്ടാവില്ല തോന്നുന്നു. കാരണം ചെക്ക് കൊടുത്ത കേസിനകത്ത് അതിനൊക്കെ പലരും പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചെങ്കിലും അവർ പോലീസ് പരാതി കൊടുക്കട്ടെ. അവർ ലീഗലായിട്ട് ഇങ്ങനെയാണ് പോകേണ്ടതെന്ന് പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെയുള്ള കാര്യത്തിൽ. അതുകൊണ്ട് ഏത് പരാതിയായാലും സിവിലായാലും ശരി, മണി മാറ്റർ ആയാലും ശരി, ഏത് പരാതിയും പോലീസ് സ്വീകരിക്കട്ടെ. അത് സ്വീകരിക്കണം. അതിനകത്ത് കോഗ്നിസൻസ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിയമപരമായ ഒരു കേസ് എടുക്കാം, സ്കോപ്പ് ഉണ്ടെങ്കിൽ കേസ് എടുക്കണം. ഇപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നമ്മൾ കണ്ടല്ലോ, വാദിയില്ല എങ്കിൽ തന്നെ കേസ് വരെ പോലീസ് എടുക്കുന്നത്. അപ്പം പോലീസിന് അതിനുള്ള അധികാരമുണ്ട് എന്ന് ധരിക്കുന്നു പലരും. അതുകൊണ്ട് നിയമപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ സിവിൽ കേസ് എടുക്കാൻ വസ്തുവിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളൊക്കെ ആണെങ്കിൽ സിവിൽ കേസായിട്ട് പോകും. പക്ഷെ എൻ്റെ വസ്തുവിൽ വേറൊരാൾ ട്രസ്പാസ് ചെയ്ത് കയറി എൻ്റെ അവിടുത്തെ അതിർത്തി മാന്തി കുറെ എടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അത് ട്രസ്പാസ് ആണ്. അതുകൊണ്ട് അതിനകത്ത് പോലീസ് ഇടപെടില്ല എന്ന് പറഞ്ഞാൽ തെറ്റ് എന്ന് മാത്രമേ പറയാറുള്ളൂ. ഇടപെട്ടേ പറ്റൂ, അതിന് കേസെടുക്കണം. അതുകൊണ്ട് ആ രീതിയിലുള്ള ഡയറക്ഷൻ ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യണം. ഏത് പെറ്റീഷനും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കട്ടെ, സ്വീകരിക്കട്ടെ. അത് സിവിലാണെങ്കിൽ സിവിലായിട്ട് കേസ് അന്വേഷിക്കേണ്ട, അത് ഒരു ചെക്ക് കേസ് ആണെങ്കിൽ ചെക്ക് കേസ് അന്വേഷിക്കേണ്ട. അതേസമയം അതൊരു മിസ്അപ്രോപ്രിയേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മുടെ പറ്റിച്ചാണെങ്കിൽ ചീറ്റിങ്ങിന്റെ പരിധി വരുന്നെങ്കിൽ പോലീസ് അന്വേഷിച്ചേ പറ്റുള്ളൂ. അതുപോലെ ഈ പെറ്റീഷൻ എൻക്വയറി എന്ന് പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ പലപ്പോഴും പല കാര്യത്തിനും ചെറിയ ചെറിയ മൈനർ ആയിട്ടുള്ള കാര്യത്തിന് ഒരു പെറ്റീഷൻ കൊടുത്താൽ വരും. പക്ഷെ ഒരാളെ അടിക്കുകയോ ദേഹത്ത് തൊടുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് കേസെടുത്തേ പറ്റുള്ളൂ. ആയിരക്കണക്കിന്, പണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്ത് 300, 400, 500 കേസായിരിക്കും ഒരു വർഷം വരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനല്ല. ദൈനംദിന 8ഉം 10ഉം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ആയിരക്കണക്കിന് കേസ് പോലീസ് സ്റ്റേഷനിൽ പെൻഡിങ് ആണ്. പക്ഷേ അത് കാലത്തിനനുസരിച്ചുള്ള മാറ്റം പോലീസിലുണ്ടാകണം. അതിനുള്ള സ്ട്രെങ്ത് കൊടുക്കണം. അതിനുള്ള പോലീസിന്റെ പണ്ട് മുതലുള്ള പോലീസ് സ്റ്റേഷൻ തന്നെയാണ് ഇന്നും ഉള്ളത്. അതൊക്കെ നവീകരിച്ച് പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോലീസ് സ്റ്റേഷൻ പണിയണം. അവിടെ ആൾക്കാർക്ക് വിശ്രമിക്കാനും വരാനും പരാതി കൊടുക്കാനും അവർക്ക് ഒരു റിസപ്ഷൻ കൗണ്ടർ ഉണ്ടാകണം. അങ്ങനെയുള്ള രീതിയിൽ ആധുനിക രീതിയിലേക്ക് പോലീസ് മാറണം. പല സ്ഥലത്തും പണ്ട് 10, 30, 40, 50 വർഷം പഴക്കമുള്ള പോലീസ് സ്റ്റേഷൻ തന്നെയാണ് ഇപ്പോഴും അതേ രീതിയിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ ആധുനികമായ പോലീസ് സ്റ്റേഷന്റെ ലേഔട്ടും അതിന്റെ പ്ലാൻ വരയ്ക്കുന്നതൊക്കെ സങ്കുചിത മനസ്ഥിതി ഉള്ളവരാണ്. വളരെ വിസ്തൃതമായ ഒരു മേഖലയിലായിരിക്കണം പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കേണ്ടത്. അത് തന്നെയല്ല, അതിനകത്ത് എല്ലാ സൗകര്യങ്ങളും വേണം. 10, 30, 40, 50 പോലീസുകാരുള്ളിടത്ത് ആകെ 2 മുറി അതുങ്ങൾക്കുള്ളൂ. അത് പാടില്ല. അവർക്ക് വിശ്രമിക്കാനുള്ള സംവിധാനം വേണം. പൊതുജനങ്ങൾ വരുമ്പോൾ അവർക്കൊരു ഹാള് വേണം. അവിടെ പബ്ലിക്ക് വന്ന് ഇരിക്കാനുള്ള സൗകര്യം വേണം. അത് ചിലപ്പോൾ അവരുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ അവരുടെ മക്കളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ അവർക്ക് വിശ്രമിക്കുന്ന സ്ഥലത്ത് ഇവർ വന്നിരിക്കും, അയാളെ കോടതി കൊണ്ടുവന്നിടം വരെ. കാരണം അവരുടെ മകനാണ്, അപ്പനാണ്, അല്ലെങ്കിൽ സഹോദരിയായിരിക്കും പോലീസ് സ്റ്റേഷനകത്ത് കിടക്കുന്നത്. അപ്പൊ അവർക്ക് അതിനുള്ള റൈറ്റ് കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനകത്ത് പോയി ബഹളം ഉണ്ടാക്കാനല്ല, പോലീസ് സ്റ്റേഷനിൽ അവരുടെ കാര്യങ്ങൾ വന്ന് അന്വേഷിക്കാനും. അതിന് പോലീസ് അവരോട് എതിർപ്പ് കാണിച്ചിട്ട് കാര്യമില്ല. അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും അവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലവും പ്രത്യേക ഏരിയ മാർക്ക് ചെയ്ത് അവിടെ വെള്ളവും അതും ഇതൊക്കെ കൊടുക്കാനുള്ള സംവിധാനവും വേണം. കാരണം ഒരു മകനെ അറസ്റ്റ് ചെയ്ത് പോലീസ് ലോക്കപ്പിലാക്കി കഴിയുമ്പോൾ ഒരമ്മയുടെയും പിതാവിൻ്റെ വേദന മനസ്സിലാക്കാനുള്ള കഴിവ് പോലീസിനുണ്ടാകണം. ആ രീതിയിലുള്ള മാറ്റമാണ് നമുക്കിവിടെ വേണ്ടത്. പല കേസുകളിലും പോലീസ് കൈത്തരിപ്പ് തീർത്താണ് പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നത്. എന്നിട്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്യാറുണ്ട്, മർദ്ദിച്ചുവെന്ന് മൊഴി കൊടുക്കരുത് എന്ന്. നിരപരാധികളായ ആളുകളാണെങ്കിലും ശരിക്കും മജിസ്ട്രേറ്റിനോട് പോലീസ് മർദ്ദനത്തെക്കുറിച്ച് പരാതി പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? പോലീസ് മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത്
ഹാജരാക്കുമ്പോൾ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കണം. ഇന്നടത്തൊക്കെയാണ് ഇടിച്ചത്, അവിടെ പാടൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാം, കുഴപ്പമില്ല, അതവിടെ റെക്കോർഡ് ചെയ്യും, നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം അത് വെച്ചിട്ട് പോലീസിൽ കേസ് കൊടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ പോലീസ് സാധാരണഗതിയിൽ ആ കേസ് കൗണ്ടർ എടുക്കില്ല. അതുകൊണ്ട് കോടതി തന്നെ നമ്മൾ പരാതി കൊടുക്കണം. ഒരു വക്കീലിനെ കണ്ട് ഒരു പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുത്ത് മജിസ്ട്രേറ്റ് അവിടെ രേഖപ്പെടുത്തിയത് അതിലൊരു എക്സിബിറ്റ് ആയിട്ട് ഒരു റെക്കോർഡായിട്ട് വാങ്ങണം. അവിടെ സർട്ടിഫിക്കറ്റ് കോപ്പി കിട്ടും. മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയത് തന്നെ മർദ്ദിച്ചു എന്ന് ആ പോലീസിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കുന്ന അതേ നിമിഷത്തിൽ തന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ വാലിഡിറ്റി കൂടുതലാണ്. ഇയാളുടെ സുജിത്തിൻ്റെ കേസിലും അങ്ങനെ പരാതിപ്പെട്ടിട്ടുണ്ട്. അതുപോലെ അത് മജിസ്ട്രേറ്റ് അവിടെ റെക്കോർഡ് ചെയ്യും. കോടതി ഇങ്ങനെയുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും കൃത്യമായ ചില ഡയറക്ഷൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കൺസൾട്ട് ചെയ്യുന്ന വക്കീലും അതിൻ്റെ കക്ഷികളും തീർച്ചയായിട്ടും ഫർദറായിട്ട് പ്രൊസീഡ് ചെയ്യണം. ഇതുപോലെയുള്ള മാൻ ഹാൻഡിലിങ് അല്ലെങ്കിൽ ദേഹോത്തരം ഏൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് കേസെടുക്കും. അതിന് യാതൊരു മടിയും കോടതിക്കില്ല. കൃത്യമായ രീതിയിൽ FIR പോലീസ് സ്റ്റേഷനിൽ കൊടുത്താലും ചിലപ്പോൾ എടുത്തെന്ന് വരാം. കാരണം നമ്മളെ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ പോലീസ് സ്റ്റേഷനിൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്താൽ അവിടെ വെച്ച് നമ്മളെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ അവിടെ പരാതി കൊടുക്കണം. നടപടി എടുത്തില്ലെങ്കിൽ അവിടുത്തെ SP കൊടുക്കണം. അതും നടപടി എടുത്തില്ലെങ്കിൽ നേരെ കോടതി. ഈ രണ്ട് കടമ്പയും കടന്ന് കോടതി പോയി നമുക്ക് നേരിട്ട് പരാതി കൊടുക്കാനുള്ള നിയമ സംവിധാനം ഇന്ത്യയിലുണ്ട്. പോലീസിൽ നിന്ന് അകാരണമായി മർദ്ദനമേറ്റ് ഇപ്പോഴും ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവർക്ക് ഇനിയും പരാതി കൊടുക്കാൻ പറ്റുമോ? അതായത് 4-5 വർഷം പഴക്കമുള്ള കേസുകളൊക്കെ ആണെങ്കിൽ ഇനിയും പരാതി കൊടുക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും പരാതി കൊടുക്കുക. 4, 5, 6 വർഷം പഴക്കമുണ്ടെങ്കിലും ശരി, അവർ ഇതുവരെ എങ്ങും പരാതി കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പരാതി കൊടുക്കാമല്ലോ. അവർക്ക് അതിനുള്ള നിയമാവബോധമില്ല, അതിനുള്ള മാനസികമായ തയ്യാറെടുപ്പില്ല, പോലീസിനെ പേടിച്ച്. രണ്ടാമത് അവർക്ക് സാമ്പത്തികമില്ല. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും പരാതി കൊടുക്കാതെ പേടിച്ച് വിറച്ച് വീട്ടിയിരിക്കുന്നത്. പക്ഷേ ധൈര്യമായിട്ട് മുന്നോട്ട് വരിക. നമുക്ക് തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. കോടതിയിൽ നേരിട്ട് പരാതി കൊടുക്കാം. ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് നടപടി തീർച്ചയായിട്ടും കേരളത്തിലുണ്ടാവും. പോലീസ് സ്റ്റേഷനുകളിലെ പ്രവർത്തനരഹിതമായ CCTV ക്യാമറകൾ പ്രവർത്തന സജ്ജമാക്കുന്നതിനെ കുറിച്ചുള്ള ഇടപെടലാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നടത്തിയത്. സുജിത്തിന്റെ കേസിലാണെങ്കിൽ ഈ CCTVക്ക് മുന്നിലാണ് ക്രൂരമായി മർദ്ദിച്ചത്. ജീപ്പിനുള്ളിൽ വെച്ചും മർദ്ദിച്ചു. അപ്പോൾ CCTV വെച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് വ്യക്തമാണ്. അല്ലാതെ ഈ ഇടിയൻ പോലീസിനെ എങ്ങനെ നിലയ്ക്ക് നിർത്തും? ഇല്ല, സുപ്രീം കോടതി കൃത്യമായിട്ട് 2020-ലും ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച 2 ജഡ്ജസ് ആ കാര്യത്തെ പറ്റി പറഞ്ഞു. എല്ലാ പോലീസ് സ്റ്റേഷനും ഇന്ത്യയിൽ അവിടെ ദൃശ്യങ്ങൾ എല്ലാ സ്ഥലത്തും എത്തത്തക്ക രീതിയിൽ CCTV ഫിറ്റ് ചെയ്യണമെന്ന് തന്നെ പറഞ്ഞിരിക്കുക. അതിനകത്ത് ഒരു സാമ്പത്തിക നഷ്ടമൊന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാ പോലീസ് സ്റ്റേഷനിലും അവിടുത്തെ കയറി വരുന്ന വഴിക്കും ഇറങ്ങിപ്പോകുന്ന വഴിക്കും, അതുപോലെ എൻട്രൻസിലും എക്സിറ്റിലും, അതുപോലെ തന്നെ റിസപ്ഷന്, പോലീസ് സെല്ല്, ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രതികളെ ചോദ്യം ചെയ്യുന്നതും അവരെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ, എല്ലാ സ്ഥലവും കൃത്യമായിട്ട് ബാത്റൂം, എല്ലാ സ്ഥലങ്ങളിലും CCTV ദൃശ്യങ്ങൾ വേണം. കാരണം പലരും ബാത്റൂമിൽ പ്രതികൾ സൂയിസൈഡ് ചെയ്ത പല സംഭവങ്ങളും ഉണ്ടാവും. അതായത് ജയിലിലും നമുക്കറിയാം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും CCTV ദൃശ്യം ഇരിക്കട്ടെ, അതിനെന്താ കുഴപ്പം? പ്രതികൾ ബാത്റൂമിൽ പോകുന്നതായാലും ശരി വാച്ച് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഏതൊക്കെ ഭാഗത്ത് ഒരു പോലീസ് സ്റ്റേഷന്റെ ക്യാമ്പസിനകത്ത് അല്ലെങ്കിൽ കോമ്പൗണ്ടിനകത്ത് എല്ലാ സ്ഥലത്തും ദൃശ്യം എത്തത്തക്ക രീതിയിൽ തന്നെ വേണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. 2020 മുതൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലും അടിയന്തരമായിട്ട് സുപ്രീം കോടതി വീണ്ടും ഗവൺമെന്റിന് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളും ഈ പോലീസ് സ്റ്റേഷന്റെ എല്ലാ സ്ഥലത്തും വ്യൂ എത്തത്തക്ക രീതിയിൽ അവർ CCTV ദൃശ്യം ഫിറ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അടിയന്തരമായിട്ട് ഫിറ്റ് ചെയ്തേ പറ്റുള്ളൂ. സുപ്രീം കോടതി ഡയറക്ഷനാണ്. സാർ എപ്പോഴും പോലീസ് അസോസിയേഷനെ എതിർക്കുന്നതാണ്. ഈ പോലീസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ പോലീസിലെ താന്തോന്നികൾക്ക് എന്തും ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ടോ? പോലീസ് അസോസിയേഷന്റെ പ്രവർത്തനം നിയമവിരുദ്ധമാണ്. അങ്ങനെയൊക്കെ ഒരു സംഘടനാ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഉണ്ടെങ്കിലും ഒരു ഡിസിപ്ലിനറി അല്ലെങ്കിൽ ഫോഴ്സിന്, അതുപോലെ തന്നെ ഒരു പട്ടാളത്തിന് അല്ലെങ്കിൽ പാരാമിലിറ്ററിയിൽ, അത് രീതിയിലുള്ള പോലീസ് ഫോഴ്സിലൊന്നും ഒരു സംഘടനയെ പാടില്ല എന്നാണ്. കാരണം മതേതരമായ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ എല്ലാവർക്കും സംഘടിക്കാൻ അവകാശമുണ്ടെങ്കിലും രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം പൊതുജനങ്ങളുടെ സുരക്ഷിതത്വം കരുതി ഉണ്ടാക്കിയിരിക്കുന്ന മിലിറ്ററി, പാരാമിലിറ്ററി, പോലീസ് ഫോഴ്സസ്, ഇവിടെയൊന്നും സംഘടനാ സ്വാതന്ത്ര്യം നല്ലതല്ല. അതിലെ ദൂഷ്യവശങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ ഇടയ്ക്ക് പറയുന്നത് പോലെ ഈ ഗുണ്ടകളെ പോലീസ് അമർച്ച ചെയ്തേ പറ്റൂ, കൈകാര്യം ചെയ്തേ പറ്റൂ, സമ്മതിക്കുന്നു. പക്ഷേ ചില ഘട്ടങ്ങളിൽ കൊലപ്പുള്ളികളെയും ഇത്തരത്തിൽ കൈകാര്യം ചെയ്യേണ്ടി വരുമായിരിക്കാം. പക്ഷേ ഒരു സാധാരണക്കാരന്റെ മെക്കിട്ട് കയറുന്ന, അവരെ അസഭ്യം പറയുന്ന, മർദ്ദിക്കുന്ന പോലീസുകാരെ
ആര് നിയന്ത്രിക്കും? അത് തീർച്ചയായിട്ടും ഒരു പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ നിയന്ത്രിക്കേണ്ടത് പ്രാഥമികമായിട്ട് അവിടുത്തെ SHO ആണ്. അയാളുടെ കീഴിലാണ് ആ പോലീസുകാർ. അപ്പോൾ അവിടെ ഒരു തെറ്റ് കണ്ടുപിടിച്ചാൽ അയാളാണ് കുറ്റക്കാരൻ. അതിന് മുകളിലെ സൂപ്പർവൈസറി ഓഫീസർ DYSP, SP, DIG, IG ഒക്കെ ഉണ്ട്. അവർക്ക് എന്താണ് ജോലി ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അവർ പോലീസ് സ്റ്റേഷനിൽ നിരന്തരം വിസിറ്റ് ചെയ്ത് ഇതുപോലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല, അല്ലാതെ നിരന്തരം വിസിറ്റ് ചെയ്ത് ഗൈഡ് ലൈൻസ് കൊടുത്തെങ്കിൽ മാത്രമേ ഈ രീതിയിലുള്ള ഈ പോലീസിൻ്റെ മർദ്ദനം നമുക്ക് അത് നിർത്താൻ കഴിയുള്ളൂ. മേലുദ്യോഗസ്ഥന്മാർ കൂടെ പോലീസ് സ്റ്റേഷനിലും അതുപോലെയുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസുകളിലെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലും ആൾക്കാരെ അല്ലെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഡീറ്റെയിൻ ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും പോലീസിൻ്റെ വിവിധമായ അല്ലെങ്കിൽ വിജിലൻസ് ആയാലും ശരി, ക്രൈംബ്രാഞ്ച് ആയാലും ശരി, ലോക്കൽ പോലീസിലായാലും ശരി, അവിടങ്ങളിലൊക്കെ അവർ വിസിറ്റ് നടത്തി അടിയന്തരമായിട്ട് അവിടെ പ്രതികളെ പ്രത്യേകിച്ച് അവിടെ ഡീറ്റെയിൻ ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ ആ പ്രതികളെ പോയി കാണാനുള്ള ഒരു സൗകര്യം ഇവർക്കൊക്കെ ഉണ്ട്. അവരതും വിനിയോഗിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ മാത്രമേ ഇതിൽ നിന്നൊരു പരിഹാരം നമുക്ക് ശാശ്വതമായിട്ട് ഉണ്ടാക്കാൻ കഴിയൂ. പല പോലീസുകാരും വളരെ മോശമായ ഭാഷയിലാണ് സംസാരിക്കാറുള്ളത്. പരാതി നൽകാൻ പോകുന്നവരോട് കാതുപൊട്ടുന്ന തെറി അഭിഷേകം നടത്തുന്നവരുമുണ്ട്. മാന്യമായ ഭാഷയിൽ വേണം സ്റ്റേഷനിൽ എത്തുന്നവരോട് സംസാരിക്കാൻ എന്ന് DGPയുടെ ഓർഡറുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവർ തിരുത്താത്തത്? ഈ പോലീസുകാർക്കെതിരെ ആരോട് പോയി പരാതി പറയും? പോലീസിനെ മേലുദ്യോഗസ്ഥന്മാരെ ഭയമില്ല, പേടിയില്ല. അവർക്ക് രാഷ്ട്രീയ സംവിധാനമുണ്ട്. രാഷ്ട്രീയമായിട്ട് അവരെ സംരക്ഷിക്കുമെന്ന് അവർക്കറിയാം. ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ കാണിക്കുന്ന എല്ലാ പോലീസുകാർക്കും ചില രാഷ്ട്രീയ സംവിധാനങ്ങളുണ്ട്. കാരണം അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിൽ വരുന്നവർക്ക് ഭയമാണ്. അത് തന്നെയല്ല, അവരുടെ ഭാഷ വളരെ മോശമാണ്. അവരെ ചീത്തവിളിയിൽ ചില വാക്കുകൾ ഉപയോഗിച്ച് സംബോധന ചെയ്യുള്ളൂ. എടാപോടാന്നുള്ള വിളികൾ പോലീസ് സ്റ്റേഷനകത്ത് വരുന്നവരെ എല്ലാവരെയും അങ്ങനെ വിളിക്കുന്ന കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും മാനമായിട്ട് പെരുമാറാനും, അതുപോലെ തന്നെ കേസിനകത്ത് അവർ പ്രതിയാണെങ്കിൽ അതിനകത്ത് രാഷ്ട്രീയ ചായ്വ് നോക്കാതെ, സാമ്പത്തിക ലാഭം നോക്കാതെ അവരെ പ്രതിസ്ഥാനത്ത് തന്നെ ആക്കാനും, വാദിക്ക് നീതി കൊടുക്കാനും പോലീസിനെ സഹായിക്കണം. ഭാഷകൾ പോലീസിൻ്റെ തീർച്ചയായിട്ടും അടിയന്തരമായിട്ടും മാറ്റണം. പല പോലീസ് സ്റ്റേഷനിലും പലർക്കും തിക്താനുഭവം ഉണ്ടായിട്ടുണ്ട്. പലരും പോലീസ് സ്റ്റേഷനിൽ പോകാതെ പല കാര്യത്തിലും പോകാതെ മടിക്കുന്നത് കാണാം. അതുകൊണ്ട് പോലീസ് സംവിധാനം ഇല്ലെങ്കിലും നമുക്ക് കേസ് കോടതി കൊടുക്കുന്നതിന് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതിന് തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാവും. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ മാത്രം തീരും എന്ന് വിചാരിക്കേണ്ടത്. കോടതിയുണ്ട് നമുക്കിവിടെ. കോടതിയിൽ നിന്ന് നീതി ലഭിക്കും. അത് സ്വല്പം ഡിലേ ആകും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പോലീസ് സംവിധാനം ഫെയിലിയർ ആയാൽ തന്നെയും നമുക്ക് കോടതിയിൽ നിന്ന് നീതി ലഭിക്കാനുള്ള സംവിധാനം ഇന്ത്യയിലുണ്ട്.